നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ തേവന്നൂർ വാർഡിൽ ചെറുവല്ലൂർ ഭാഗത്ത് വീട് ഇടിഞ്ഞു വീണു. 12 മണിയായപ്പോൾ ഇത് വീണു. ഞാൻ തുണി കഴിയിട്ടേക്ക് വന്നപ്പോൾ നാത്തുവിനകത്തേക്ക് അകത്ത് വന്നപ്പോഴത്തേക്ക് സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇടിഞ്ഞു വന്നങ്ങ് വീണു. ഒന്നും ചെയ്യാൻ വയ്യാതായപ്പോൾ അവൾ അതിനകത്തായിപ്പോയി. പിന്നെ അവസാനം അവളെല്ലാം കൂടെ വലിച്ചൂരി എടുക്കുകയാണ് ചെയ്തത്. ഇത് ആദ്യമേ പൊളിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. പൊളിഞ്ഞിരിക്കുക ഒരു മനുഷ്യരും അത് തിരിഞ്ഞു പോലും നോക്കിയില്ല ഇതിനകത്ത്. അവർ വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞ് കുഴപ്പമില്ല മെയിൻ്റനൻസിന് കുഴപ്പമില്ല എന്നവർ പറഞ്ഞിട്ട് പോയി. ആ പൊടി കൊച്ചുങ്ങളെ പുറത്ത് വീണ് ഒരു ദിവസം ആ കൊച്ചിൻ്റെ പുറത്ത് പട്ടിയിൽ വീണിട്ട് പോലും അവർ മൈൻഡ് ചെയ്തില്ല. ഇവരാരും തിരിഞ്ഞു നോക്കായിരുന്നു. ഇന്നലെ മെനിങ്ങാത്ത സംഭവത്തിൽ ഇന്നലെ 10 മണിക്കാണ് അവർ വന്നത്. എന്തൊരു ചെയ്യുമെന്ന് പറയാം. എങ്ങനെയാണ് ഇവരൊക്കെ കിടക്കാട് ഒപ്പിച്ച് കൊടുത്തേ പറ്റൂ. ഈ പൊടി കൊച്ചുങ്ങളെയും കൊണ്ട് ഇതിനകത്ത് ഇവരെങ്ങനെ കിടക്കും? ആ തള്ളയാണെങ്കിൽ ഇന്നലെ നനഞ്ഞൂറ്റി കരച്ചിലാണ് ഇവർ ഇരുന്ന്. എന്തോന്ന് ചെയ്യും നമ്മൾ? എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇത് വീട് വെച്ച് കൊടുത്തേ പറ്റൂ അവർ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റത്തും മഴയത്തുമാണ് വീട് പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. തേവന്നൂർ റോഡുവിള വീട്ടിൽ ചിന്നമ്മയുടെ ഉടമസ്ഥതയിലുള്ള വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത്. വീട് തകർന്നപ്പോൾ വീടിനകത്ത് ചിന്നമ്മയുടെ മൂത്ത മകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്ഭുതകരമായി ഇവർ രക്ഷപ്പെടുകയായിരുന്നു. പകല് 12 മണിക്ക് എൻ്റെ വീട് പൊളിഞ്ഞിരിക്കുന്നു. എൻ്റെ മൂത്ത മകൾ അതിനകത്ത് എല്ലാവരും പിടിച്ചൊരൊക്കെയുള്ള ശ്വാസം പോലെയുള്ള അതിനകത്ത് നിന്ന് എല്ലാവരോടും സഹായിച്ച് എൻ്റെ വീട് വെക്കാനൊക്കെ എന്നോട് നിവൃത്തിയിലൊക്കെ കടക്കാടം പോലും ഇല്ല. മൊത്തം ഇതിനകത്ത് വെള്ളമായിരുന്നു. വെള്ളം കോരി കളയൊക്കെ ആയിരുന്നു ഇതിനകത്ത്. പിള്ളേരെല്ലാവരും വീട്ടിലെ കിടന്നിറങ്ങുന്നത്. എല്ലാവരും സഹായിച്ച് എനിക്കിപ്പോൾ ഈ വീട് കടക്കാടം എനിക്ക് ഒക്കും. അതിനുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ വയ്ക്കാം. എൻ്റെ 10 പൈസ പോലും എടുക്കാനുള്ള ദേഷ്യം എനിക്കില്ല. ഈ കെട്ട് പ്രായമായ ഒരു മോളെ കൊണ്ടാണ് അതിനകത്ത് കഴിയുന്നത്. വേറെ ആരും സഹായിക്കാൻ ആളില്ല. എല്ലാവരോടും കൂടി ഒന്ന് സഹായിച്ചാൽ എനിക്കിപ്പോഴും കടക്കാടം പോലും നൂർത്തെടുക്കാൻ എന്നോണ്ട് ഒക്കും. 4 പേരടങ്ങുന്ന കുടുംബമാണ് വീട്ടിൽ താമസിക്കുന്നത്. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന് പ്രകാരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി വീട് സന്ദർശിക്കുകയും നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി വാർഡ് മെമ്പർ ആർ ഹിരൺ അറിയിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, തേവന്നൂർ.